ചാപ്റ്റർ 2 നമുക്കിനി ഒരു ചെറിയൊരു സെക്ഷൻ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് മൊഡ്യൂൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് 2 റിങ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. ഓക്കെ, എയും ബിയും 2 റിങ്സാണ്. എഫ് എന്ന് ബിയിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ബീനെ ഒരു എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ ഹോമോമോർഫിസം ഉപയോഗിച്ചിട്ട് നമുക്ക് എ എന്നുള്ള റിങ്ങിനെ ബീൻ്റെ മുകളിൽ ആക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആ ആക്ഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്തത്. എ ബി, എ എന്നുള്ള എയുള്ള എലമെൻറ്റ് ബി എന്നുള്ള ബിയുടെ എലമെൻറ്റിൽ എങ്ങനെ ആക്ട് ചെയ്യുക എന്നുള്ളത്. എഫ് ഹോമോമോർഫിസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ ബിയിലുള്ള എലമെൻ്റ് ആയിരിക്കും എഫ് ഓഫ് എ ഇൻറ്റു ബി എന്നുള്ള രൂപത്തിൽ ഡിഫൈൻ ചെയ്താൽ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ, ആക്ഷനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ബീനെ ഒരു എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബീനെ ഒരു എ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ എ മൊഡ്യൂളിനെ, ബി എന്നുള്ള എ മൊഡ്യൂളിനെ, ബി എന്നുള്ള എ മൊഡ്യൂളിന് റിംഗ് സ്ട്രക്ചറും ഉണ്ട്, എ മൊഡ്യൂൾ എന്നുള്ള സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബി എന്നുള്ള റിങ്ങിനെ നമ്മൾ എ അൾജിബ്ര എന്നാണ് ഇനി പറയാം. ഓക്കെ, എ അൾജിബ്ര. ഓക്കെ, എക്സാമ്പിളാണ് നമ്മൾക്ക് സെഡോ റിംഗ് ആണ്, ഇൻറ്റിജേഴ്സിൻ്റെ റിങ്. സെഡിൽ നിന്ന് ഇൻറ്റിജേഴ്സിൽ നിന്ന് ഏത് റിങ്ങിലേക്കും നമുക്ക് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഹോമോമോർഫിസം ഉപയോഗിച്ചിട്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോമോമോർഫിസം ഉണ്ട്, ആ ഹോമോമോർഫിസം ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ റിങ്ങിനെയും ഒരു സെഡ് അൾജിബ്രായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഹോമോമോർഫിസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇൻറ്റിജേഴ്സിൽ നിന്ന് റിങ്ങിലേക്ക് എപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹോമോമോർഫിസം. അപ്പോൾ എല്ലാ റിങ്സും സെഡ് അൾജിബ്രയായിരിക്കും, ഇൻറ്റിജേഴ്സിൻ്റെ ഒരു അൾജിബ്രയായിരിക്കും. ഇനി ഒരു എ അൾജിബ്ര ഹോമോമോർഫിസം എന്താണ്? ലെറ്റ് എ ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം എ ടു സി ബി 2 റിംഗ് ഹോമോമോർഫിസംസ്. അപ്പോൾ നമ്മൾക്ക് ബീനെ ഒരു എ അൾജിബ്ര ആയിട്ട് കൺസിഡർ ചെയ്യുക, സീനെ ഒരു എ അൾജിബ്ര ആയിട്ട് കൺസിഡർ ചെയ്യുക. ബിന്ന് സിയിലേക്കുള്ള ഒരു എ അൾജിബ്ര ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ അത് ബിയും സിയും റിങ്ങുകളാണ്, ഓൾറെഡി റിങ് ആണ്. അപ്പോൾ ഒരു ഹോമോമോർഫിസം എച്ച് ഒരു ബിന്ന് സിയിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? എച്ച് ഓക്കെ, എച്ച് ഒരു റിംഗ് ഹോമോമോർഫിസം ആകണം. ആദ്യം എച്ച് ഒരു റിംഗ് ഹോമോമോർഫിസം ആകണം. മോറോവർ ഒരു മൊഡ്യൂൾ ഹോമോമോർഫിസം ആണ്. എച്ച് എന്നുള്ളത് റിംഗ് ഹോമോമോർഫിസും ആകണം. എച്ച് എന്നുള്ളത് ബി എന്ന് സിയിലേക്കുള്ള ഒരു എ മൊഡ്യൂൾ ഹോമോമോർഫിസും ആകണം. മോറോവർ ജീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ജി ഈക്വൽ ടു എച്ച് കോമ്പോസിറ്റ് എഫ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ച് ബി എന്ന് സിയിലേക്കുള്ള ഒരു എ അൾജിബ്ര ഹോമോമോർഫിസം ആണെന്ന് പറയാം. ഇനി ഒരു ഫൈനൈറ്റ് അൾജിബ്ര. ഓക്കെ, a ring homomorphism f from a to b is finite and b is a finite algebra if b is finitely generated as an a module. The homomorphism f is of finite type and b is a finitely generated a algebra if there exists a finite set of elements x1 x2 etc xn in b such that if every element in b can be written as a polynomial x1 x2 etc xn with the coefficients in f of a. അതായത് നമ്മളൊരു റിങ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു എ അൾജിബ്ര ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയും. അപ്പോൾ എ അൾജിബ്ര ബി ആണെങ്കിൽ ആ ബി ഒരു ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ മൊഡ്യൂൾ ആണെങ്കിൽ. ഓക്കെ, ഒരു എ മൊഡ്യൂൾ എപ്പോഴാണ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആവുക എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇനി ഈ ഹോമോമോർഫിസം എഫ് എന്നുള്ള ഈ ഹോമോമോർഫിസം ഫൈനൈറ്റ് ടൈപ്പാണെന്ന് പറയും. ഫൈനൈറ്റ് ടൈപ്പാണ് ബി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ അൾജിബ്ര ആണ് ഒരുമിച്ച് പറയും. ഓക്കെ, ഫൈനൈറ്റ് ടൈപ്പാണ് ബി ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എ അൾജിബ്ര ആണ്. എപ്പോഴാണ് പറയാം? നമ്മൾക്ക് ബിയിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്
ഒരു ഫൈനൈറ്റ് കളക്ഷൻ x1 x2 എക്സെട്ര xn എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റണം. എങ്ങനെ ബി എന്നുള്ള എല്ലാ എലമെൻറ്റിനും ഈ x1 x2 എക്സെട്ര xn എന്നുള്ള ഈ എലമെൻസിൻ്റെ പോളിനോമിയലായിട്ട് പറയാൻ പറ്റണം വിത്ത് കോഎഫിഷ്യൻസി f ഓഫ് a. ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഡെഫിനിഷൻസ് തന്നെ ഈ സെക്ഷനിൽ പറയാനുള്ളൂ. ഒരു 3 പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ആണ് എന്ന് നിങ്ങൾ റെഫർ ചെയ്യണം. നെക്സ്റ്റ്, finitely generated ring. A ring is said to be finitely generated if it is finitely generated as a Z algebra. നേരത്തെ പറഞ്ഞു എല്ലാ റിങ്ങുകളും Z algebra ആണ്. അപ്പോൾ ആസ് എ Z algebra ഒരു റിങ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ആ റിങ് റിങ് തന്നെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയും. ഇനി എ മൊഡ്യൂൾസ് നമ്മൾ ടെൻസർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിയും സിയും എ ആൾജിബ്ര ആണെങ്കിൽ ബിയും സിയും എന്തായിരിക്കും എ ആൾജിബ്ര. ബിയും സിയും എ ആൾജിബ്ര ആണെങ്കിൽ ബിയും സിയും ഒരു എ മൊഡ്യൂൾ ആയിരിക്കും. അപ്പോൾ ബിയിലും സിയിലും നമുക്ക് ടെൻസർ പ്രൊഡക്റ്റ് പറയാം. ഓക്കെ, ആസ് എ മൊഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ്, ലെറ്റ് ബി സി ബി 2 എ ആൾജിബ്രാസ്, എ ഫ്രം എ ടു ബി and G from A to C be corresponding homomorphisms. Since B and C are A modules, there's tensor product D is let their tensor product D is equal to tensor product of B and C as an A module. അപ്പോൾ ഡി എന്തായിരിക്കും ഒരു എ മൊഡ്യൂൾ. ഡി ഈക്വൽ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് സി is a module. Define multiplication on D by ഇനി ഡിയിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഡി നമുക്ക് എന്തായിട്ടുള്ളൂ, ബിയും സിയും റിങ് ആണ്, മോറോവർ എ ആൾജിബ്രസ് ആണ്. അപ്പോൾ ബിയും സിയും എ മൊഡ്യൂൾസ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ടെൻസർ പ്രൊഡക്റ്റ് എ മൊഡ്യൂൾ ആയിരിക്കും. നമ്മളിനി ചെയ്യുന്നത് ഡിക്ക് ഒരു റിംഗ് സ്ട്രക്ചർ കൊടുക്കുകയാണ്. റിംഗ് സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡിയിലൊരു മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷനാണ് നെക്സ്റ്റ് കൂടെ കൊടുത്തത്. ഡിയിലുള്ള 2 എലമെൻറ്റ്സ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് സി, ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ബി ഡാഷ് ആൻഡ് സി ഡാഷ്, അവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് ടെൻസർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബി ഡാഷ്, ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ബി ഡാഷ് ആൻഡ് സി ഡാഷ്, വേർ ബി ഡാഷ് ബിലോങ്സ് ടു ബി ആൻഡ് സി ഡാഷ് ബിലോങ്സ് ടു സി. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിൽ നോക്കുക, ബിയും ബി ഡാഷും ബിയിലാണ്. അപ്പോൾ ബി ഡാഷ് എവിടെ ഉണ്ടാവും, ബിയിലുണ്ടാവും. അഗെയിൻ സിയും സി ഡാഷും സിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സി ഡാഷ് എന്നുള്ള പ്രോഡക്റ്റ് സി എന്നുള്ള റിങ്ങിലുണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള ടെൻസർ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഡിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. വെൽ ഡിഫൈൻഡ് ആണ്, ഡെഫിനിഷന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഡെഫിനിഷൻ ഇത് കൊടുത്താൽ നമ്മളുടെ ഡി എന്നുള്ള എ മൊഡ്യൂൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആകും. മോറോവർ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരിക്കും, ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് 1 and 1. അത് നമുക്ക് ചെക്ക് ഈസി ആയിട്ട് വെരിഫൈ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫർദർ മോർ, ഡി ഈസ് ആൻ എ ആൾജിബ്ര. ദി മാപ്പിംഗ് എ ഫ്രം ഡി ബൈ എച്ച് ഓഫ് എ ഈസ് ഈക്വൽ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എ ആൻഡ് ജി ഓഫ് എ. ഇതൊരു ഹോമോമോർഫിസ് ആയിരിക്കും. ഓക്കെ, എന്നിടയിലേക്കുള്ള ഒരു ഹോമോമോർഫിസ് ആയിരിക്കും. ഓക്കെ, അതായത് ഡി ഒരു എ ആൾജിബ്ര ആണെങ്കിൽ ഡി എന്നുള്ള റിങ്, ഡിക്ക് എ മൊഡ്യൂൾ സ്ട്രക്ചർ ഉണ്ട്, ഡി റിങ്ങും ആണ്. പക്ഷേ ഈ എ മൊഡ്യൂൾ സ്ട്രക്ചർ ആണെന്ന്, ഡി ഒരു എ മൊഡ്യൂൾ ആണെന്ന് കരുതിയിട്ട് അതൊരു എന്താവണമെന്നില്ല, എ ആൾജിബ്ര ആവണമെന്നില്ല. അപ്പോൾ എ ആൾജിബ്ര എന്നുള്ള സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ എന്ന് ഡിയിലേക്ക് ഒരു ഹോമോമോർഫിസാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഹോമോമോർഫിസാണ് എച്ച് എന്ന് കൊടുത്തത്. എച്ച് ഓഫ് എ ഈക്വൽ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എ ആൻഡ് എച്ച് ഓഫ് ജി ഓഫ് എ. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ അതൊരു ഹോമോമോർഫിസ് ആയിട്ട് വരും, റിംഗ് ഹോമോമോർഫിസ് ആയിട്ട് വരും. എന്ന ഡിയിലേക്ക് ആ ഹോമോമോർഫിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീനൊരു എ ആൾജിബ്ര ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിൽ ചാപ്റ്റർ 2 പറയാനുള്ളത്. സിമ്പിളാണ്, ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കണം. എ മൊഡ്യൂളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസാണ് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക, നോട്ട്സ് ഒന്ന് റെഫർ ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്യാനും നോക്കാം. സോൾവ് ചെയ്തിട്ട് റെഫർ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.